ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ സിവിൽ സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസങ്ങളിലെ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇടാനുള്ളത് നമുക്കില്ല. അത് കാരണം കൊണ്ട് പിന്നെ ഭാവിയുള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ പെട്ടെന്ന് ഇടാനൊന്നും പറ്റില്ല. നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ തന്നെ വാവാൻ തട്ടിയിട്ടില്ല. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. നമ്മൾ കുറേശ്ശൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ചെന്ന് കുറേ നമ്മൾ കയറി ഇറക്കി നടത്തിച്ചു. അതിന് ശേഷം ചലാനൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ റിട്ടേൺ വന്നു. അപ്പോൾ അന്നത്തെ ദിവസം ചേട്ടൻ ജോലിക്ക് പോയിരുന്നു. ചേട്ടനെ റിട്ടേൺ വിളിച്ച് വരുത്തിയിട്ടാണ് ഞാനും ചേട്ടനും കൂടി പോയി റിന്യൂ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എമൗണ്ട് വ്യത്യാസം വരും. അത് കാരണം അന്ന് തന്നെ പോയി, ശനിയാഴ്ചയായിരുന്നു, അന്ന് തന്നെ പോയി നമ്മളെല്ലാം ശരിയാക്കി വന്നു. റിട്ടേൺ വരുമ്പോൾ നമ്മളിതേ പാറമേക്കാവും വടക്കുന്നാനൊക്കെ കണ്ട് എന്നിട്ട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ സൈഡ് വഴി കൂടിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ ചേട്ടനോട് പറഞ്ഞു, ഞാൻ പഠിച്ച കോളേജ് അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി ചെയ്ത കോളേജൊക്കെ ഞാൻ കാണിച്ചിട്ട്, ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി വഴിയാണ് ചെയ്തത്. അപ്പോൾ സെൻറ്റ് തോമസിലാണ്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ ചേട്ടനൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. പിന്നെ വാവേനെ കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് എൻ്റെ സ്വന്തം വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് എടുത്ത് തൃശ്ശൂർ വന്ന് സിവിൽ സ്റ്റേഷനിൽ പോയി അത് റിന്യൂ ചെയ്ത് 5 മണിയാകുമ്പോൾ ചലാനൊക്കെ അടച്ച് റിന്യൂ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വക പരിപാടികൾക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വാവേനെ അത്രയും സ്പീഡിൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാനോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ നല്ല വെയിലില്ല. അതുകൊണ്ട് വാവേനെ നമ്മൾ അന്നത്തെ ദിവസം ഒഴിവാക്കിയിരുന്നു. അമ്മയും അച്ഛനുണ്ടായിരുന്നു വീട്ടിൽ. അവരാണ് വാവേനെ അന്ന് നോക്കിയിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച കോളേജ് കേട്ടോ, സെൻറ്റ് തോമസ് കോളേജ്. ഇവിടെയായിരുന്നു എനിക്ക് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വഴിയുള്ള ഡിഗ്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മണ്ണുത്തി വഴി കൂടെയാണ് കേട്ടോ വന്നത്. മണ്ണുത്തി വഴി കൂടെ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്താൻ എളുപ്പം നാഷണൽ ഹൈവേ കൂടെ പെട്ടെന്ന് വരാൻ പറ്റുന്നത് മണ്ണുത്തി വഴി കൂടെ ആയതുകൊണ്ട് നമ്മൾ അത് വഴി കൂടെ വന്നു. പിന്നെ വേറെ വഴി കൂടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് കാളത്തോട് സ്ഥലത്തിറങ്ങി അത്യാവശ്യം വെജിറ്റബിൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, വെജിറ്റബിൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ മണ്ണുത്തി എത്തി കഴിഞ്ഞപ്പോൾ ഡോഗിന് സോപ്പ് വാങ്ങിക്കണമായിരുന്നു. നമ്മുടെ വീട്ടിലെ ഡോഗാണ് കേട്ടോ, ഡോറയ്ക്ക് സോപ്പ് മേടിക്കണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ സോപ്പ് 2-3 ഷോപ്പിൽ കയറി, എവിടെയും സോപ്പില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടത്തറ വഴി കയറിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോണ വഴിക്ക് ആമ്പലൂർ എത്തിയപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അത്യാവശ്യം വലിയ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ട് റോട്ടിൽ. അപ്പോൾ അതുവഴി ഇതൊരു ആന പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടി വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഉത്സവം ഉണ്ട് തോന്നിട്ട്, അതുകൊണ്ടാണ് ഇപ്പം നിറച്ച് ആനയും പൂരമൊക്കെ ഉത്സവമല്ല. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ഞാനും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് നടക്കാനായിട്ട് പോയിട്ടോ. അത് കഴിഞ്ഞത് മീനൊക്കെ പിടിച്ചു, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെ വേറൊരു ദിവസം ചേട്ടൻ ജോലിക്ക് പോയി, ഞാനും അച്ഛനും അമ്മയും ഉണ്ണിയുള്ള സമയത്ത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയി. അത്യാവശ്യം വലിയൊരു കല്യാണമായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെയും ചേട്ടൻ്റെ കല്യാണത്തിന് ചേട്ടൻ്റെ കല്യാണം അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെയായിട്ട് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ വൈകുന്നേരം നല്ല വ്യൂ കേട്ടോ അവരവിടെ നിന്ന് കാണാനായിട്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. ഉണ്ണീനെ കസേരയിൽ പിടിച്ചെടുത്തിട്ട് ഞാനും അമ്മയും കൂടി കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഉണ്ണിയുള്ളത് കൊണ്ട്. പിന്നെ അമ്മയോട് അറിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു, ഞങ്ങളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ചേട്ടനുള്ള ഒരു ഐസ്ക്രീം കൈ പിടിച്ചായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കെട്ടിയത് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതും കൈ പിടിച്ചു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു, ഈ കളറുള്ള സാരിയും ബ്ലൗസും. അമ്മയുടെ കോസ്റ്റ്യൂം അതായിരുന്നു. അപ്പോൾ അമ്മ ഡോറ് തുറക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കയറിനേക്കാൾ മുൻപ് വീടിനകത്ത് കയറാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന 2 ആളാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ വീടിൻ്റെ അകത്ത് കയറാൻ വാവയ്ക്ക് ഡോറ് തുറക്കണമെന്ന്. വാവയായിണ്ടോ ഡോറ് തുറക്കാൻ? അവന് ഏറ്റവും അധികം ഡോറ് തുറക്കണമെന്ന്. അങ്ങനെ ഒരു കണക്കിന് ഡോറൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയിട്ട് അമ്മയും മോനും കൂടിയിട്ടൊരു വീഡിയോ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് വന്ന് കയറി കളിച്ചിട്ട് ഫോൺ നോക്കിയിട്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.